ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ സൈഡിലൊരു ബോക്സും കുറച്ച് വയറും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു സംഗതി ഉണ്ടാക്കാൻ പോകാമെന്നോ അല്ല എന്തോ ഒരു വയറിങ്ങിൻ്റെ റിലേറ്റഡ് ആണെന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അല്ല, ഒരു അൺബോക്സിങ്ങാണ്. പക്ഷേ ഞാൻ അൺബോക്സിംഗ് ആയിട്ട് കാണിക്കുന്നില്ല, ഞാൻ തന്നെ തുറന്നു. നമുക്കിന്ന് എടുത്തു നോക്കാം. കുറച്ചേറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് ടൂൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ടൂൾസിനോട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരെല്ലാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളിരുന്ന് കാണാൻ. ഞാൻ ഇതിനകത്തൊരു ടൂൾ ബോക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് ആവശ്യമുള്ള, അതായത് എല്ലാവർക്കും ആവശ്യം വരുന്നൊരു ടൂൾ ബോക്സിനെ കുറിച്ചാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഈ ഒരു ക്ലിപ്പിനെ കുറിച്ചും ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Expo. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് അൺബോക്സിംഗ് ആയിട്ട് ചെയ്യുന്നില്ല, നമ്മുടെ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഒരു 46 പീസുള്ള ഒരു ടൂൾ ബോക്സാണിത്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. നമുക്കിതിനെ ഈ ബോക്സ് ഒന്ന് താഴെ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിതിനെ പതുക്കെ ഒന്ന് തുറക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. ഇതിനകത്തുള്ള സോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ റേഞ്ചസും, പിന്നെ യൂണിവേഴ്സൽ ജോയിൻ്റ് ഉണ്ട്, എക്സ്റ്റൻഷൻ ബാർ ഉണ്ട്. എക്സ്റ്റൻഷൻ ബാർ 2 ടൈപ്പ് ഉണ്ട്, പിന്നെ റാച്ചറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. കാരണം പറയുന്നതിനെ കഴിഞ്ഞും അല്ലെങ്കിൽ കാണുന്നതിനെ കഴിഞ്ഞ രസം നമുക്ക് അതിനകത്ത് എന്തുണ്ടെന്ന് അറിയുമ്പോഴാണ്. അപ്പോൾ പിന്നെ പതുക്കെ ഞാനിങ്ങനെ ഊരിയെടുക്കുകയാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഏതെല്ലാം പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഗതി. ഞാൻ അവരെ പതുക്കെ തുറക്കുകയാണ്. ഓക്കെ, എല്ലാം ഒന്ന് കുളമായിട്ട് കിടക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തേക്കാം. ഇതിൽ ചടങ്ങൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഞാൻ കണ്ട ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെ സൈസിങ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും, ഇതിനകത്തുള്ള ബോക്സസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. 4 തൊട്ട് 14 വരെയുള്ള ബോക്സസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരു കുഞ്ഞ് റാച്ചറ്റ് വളരെ സ്മൂത്താണ്. അതിന് എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ ഇട്ട് നമുക്ക് അവൈലബിൾ ആണ്. കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കിത് പുഷ് ചെയ്തെടുക്കാൻ വേണ്ടി തിരിച്ച് വലിച്ചാൽ പോരത്തില്ല. ഇവിടെ ബട്ടണുണ്ട്, സാധാരണ റാച്ചറ്റ് ആ രീതിക്ക് തന്നെ. കാരണം എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാകും. കുഞ്ഞാണെങ്കിൽ പോലും വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയൊരു ചെറിയൊരു റാച്ചറ്റ്. എക്സ്റ്റൻഷൻ 2 എക്സ്റ്റൻഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്, ഒരെണ്ണം ചെറുതും പിന്നെ ഒരു യൂണിവേഴ്സൽ ടൈപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് വരുന്ന ഒരു എക്സ്റ്റൻഷൻ വരുന്നത്, ഇതൊരു ഫ്ലെക്സിബിൾ ടൈപ്പ് എക്സ്റ്റൻഷനാണ് വരുന്നത്. എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് വെച്ച് തിരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ ടൈപ്പ് ആയതുകൊണ്ട് ഇത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു നോർമൽ ഒരു ചെറിയ ടീ വരുന്നുണ്ട്. ഈ ടീ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്റ്റൻഷൻ ഇട്ട് നമുക്കൊന്ന് നീളം കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു ടീ ആയിട്ടുണ്ട്. ഈ ടീക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. ബോക്സ് എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോക്സുകളല്ലാതെ പിന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ നോർമൽ സ്റ്റാർ അല്ലെങ്കിൽ ഫിലിപ്സ് തൊട്ട് മൈനസ് കാര്യങ്ങളെല്ലാം, അതായത് എല്ലാവർക്കും കാണാൻ പറ്റും. ചെറിയ മൈനസ് ഉണ്ട്, വലിയ മൈനസ് ഉണ്ട്. സ്റ്റാർസ് പല ടൈപ്പ് സ്റ്റാർ അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാം. ഫിലിപ്സ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാർ എന്ന്. നമ്മളത് പറഞ്ഞ് ശീലിച്ച സ്റ്റാർ എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു സ്റ്റാർ എന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ഫിലിപ്സിൻ്റെ പല മോഡൽസും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ വലിയ ബോക്സ് അവൈലബിൾ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്ലവർ കീസ് അത്യാവശ്യം എല്ലാ ടൈപ്പും അവൈലബിൾ ആണ്. ഫ്ലവർ കീ മെയിനായിട്ട് ആവശ്യം വരുന്ന നമ്മുടെ ഫോർഡ് പോലത്തെ വാഹനങ്ങളുടെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ, അതായത് ബമ്പർ അഴിക്കുമ്പോഴാണെങ്കിലും ഡാഷ്ബോർഡ് അഴിക്കുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്ന ഫ്ലവർ കീസാണ്. മാരുതിക്ക് വളരെ കുറച്ചേ വരുന്നുള്ളൂ. ഫോർഡിനാണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ കീസ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അഴിച്ച സമയത്ത് കണ്ടിട്ടുള്ളൊരു കാര്യം. ഈ പറഞ്ഞ പോലെ ഒരു ബോക്സ്, ഇപ്പോൾ ഈ 13ൻ്റെ ബോക്സിലോട്ട് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചില്ല എല്ലാവർക്കും. ഇപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ പോലെ ഒരു സ്ക്രൂ റിമൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിലോട്ട് തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്തുകൊണ്ട്, അതായത് എല്ലാവർക്കും കാണാൻ സാധിക്കും, ഡയറക്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് ഊരാൻ സാധിക്കും. ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സെയിം ഫംഗ്ഷൻ ഇതെല്ലാത്തിനും. അതായത് ഞാൻ ഈ ഉദ്ദേശിച്ച ഒരു സ്റ്റാർ കീക്ക് ആണെങ്കിൽ പോലും ഒരു ഫ്ലവർ കീയിലോട്ടാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നൊരു ഇത് ഞാൻ പറഞ്ഞ പോലെ ഫ്ലെക്സിബിൾ ഞാൻ പറഞ്ഞു. പിന്നെ ടീയുടെ കേസ് കിട്ടും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതുപോലെ തിരിച്ച് റീഅറേഞ്ച് ചെയ്യാം. കാരണം ഒരു കുഞ്ഞ് പർപ്പസ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഒരു കാര്യത്തിനും, ഒരു വാഹനത്തിന് നമുക്ക് എന്തെങ്കിലും അഴിക്കാനൊക്കെ ആയിട്ട് മെയിനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ചെറിയ അലൻ കീക്ക് എനിക്ക് പക്ഷേ വലിയൊരു അഡ്വാൻറ്റേജ് ഇതിനകത്ത് തോന്നുന്നില്ല. ആകപ്പാടെ 3 ഉള്ളൂ. അതും വലിയ സൈസുള്ള ടൈപ്പിൽ ചെറിയ ടൈപ്പാണ്. ഏതായാലും ഉള്ളതുപോലെ അതിനകത്ത് ഇരുന്നോട്ടെ. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് ഓൺലൈനിൽ കിടക്കുന്ന 2600 രൂപയാണ് കിടക്കുന്നത്. ഇതെനിക്ക് കിട്ടിയത് 999 രൂപയ്ക്കാണ്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ ബോക്സിലോട്ട് ഇട്ടോളാം. അപ്പോൾ എല്ലാവർക്കും അതൊന്ന് മേടിക്കാൻ സാധിക്കും. കാരണം
ഇപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ പോലും ഇത് ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷേ കണ്ടിട്ട് എനിക്ക് ക്വാളിറ്റിക്ക് അത്രയും പ്രശ്നം തോന്നുന്നില്ല, കണ്ടിട്ട് നല്ല ക്വാളിറ്റിയാണ് തോന്നുന്നത്. യൂസ് ചെയ്ത് ഞാനിതേതായാലും സാധാരണ നമ്മുടെ ഈ പരിപാടിക്കെല്ലാം വേണ്ടി ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു അപ്ഡേഷൻ തരുന്നതായിരിക്കും. ഏതായാലും ഫസ്റ്റ് സ്റ്റേജ് എനിക്ക് നോക്കിയിട്ട് വളരെ നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളൂ. റാച്ചറ്റും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിവനെ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം, ഒന്ന് സൈഡിലോട്ട് മാറ്റാം. ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഒരെണ്ണം ഒന്ന് അടുപ്പിച്ച് കാണിച്ചേക്കാം. ഇപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു ക്രോക്കഡൈൽ ക്ലിപ്പാണ് വരുന്നത്. നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ക്രോക്കഡൈൽ ക്ലിപ്പ് ശരിക്കും പറഞ്ഞാൽ രണ്ട് എൻഡിലും ക്രോക്കഡൈൽ ക്ലിപ്പാണ് വരുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വയറിൻ്റെ കണക്ഷൻ ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ തൽക്കാലം നമ്മളൊന്ന് എവിടെന്നെങ്കിലും ഒരു ലൈൻ ഒന്ന് ലൂപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വയറിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഒരു വയർ ചുമ്മാ കൂട്ടിപ്പിരിക്കുകയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് ഒരു വയറിലോട്ട് നമ്മൾ ഡയറക്റ്റ് ഇത് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കണക്ഷൻ എടുക്കാൻ വേണ്ടി നേരെ ക്ലിപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഈ ക്രോക്കഡൈൽ ക്ലിപ്പിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം മാത്രമാക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഒരു സെറ്റാണ്, 10 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. ഇതിനും 200 സംതിങ് രൂപ വില വരുന്നുള്ളൂ. ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടോളൂ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഈ ഒരു 2 കാര്യങ്ങൾ എനിക്ക് അടുത്ത് വന്ന ഒരു പ്രോഡക്റ്റ്സ് ആയിരുന്നു, ഞാനൊന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലോട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് ഇട്ടാൽ മതി, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇതുപോലത്തെ പുതിയ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അപ്പം ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.